ദിസ് ഇസ് മീ ജുവൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുവാനായിട്ടാണ്. ഞാൻ അഡ്വൈസും എന്താ പറയുക വീഡിയോസ് ഇടുന്ന സമയത്ത് അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സ് വന്നിട്ട് അല്ലെങ്കിൽ DM വന്നിട്ട് കുറേ ആൾക്കാർ പറയും, എനിക്ക് ജീവിതം മടുത്തു, എൻ്റെ ലൈഫ് മടുത്തു, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും കൂട്ടാക്കുന്നില്ല, എന്നെ അവൾ ഇട്ടേച്ചു പോയി, എന്നെ അവൻ ഇട്ടേച്ചു പോയി. ഇങ്ങനെ കേട്ട് കുറേ നാളായിട്ട് ഞാനിത് കേൾക്കുന്നുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് അന്വേഷിച്ചിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അന്വേഷിച്ചിറങ്ങിയത് ഈ ഒരു കാര്യം കേട്ടിട്ടല്ല, അന്വേഷിച്ചിറങ്ങിയിട്ട് 2 വർഷത്തിന് മേലെയായി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളെ തന്നെ പരിഗണിക്കുന്നില്ല, എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായത്തിന് നിങ്ങൾ വില കൊടുക്കുന്നില്ല, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ആരും സ്നേഹിക്കത്തില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ, പിന്നെ നിങ്ങളെ ആര് സ്നേഹിക്കും? ഫസ്റ്റ് നമ്മളെ സ്നേഹിക്കേണ്ടത്. ഞാനും ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയതാ. ആ ഒരു സമയത്ത് ഞാനും എതിർക്കുമായിരുന്നു. അതങ്ങനൊന്നും അല്ല, നമ്മളെ സ്നേഹിച്ചിട്ടും വലിയ കാര്യമൊന്നും ഇല്ല എന്ന രീതിയിൽ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു എന്താ പറയുക മൊമെൻറ്റ് വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ സ്നേഹിച്ച് തുടങ്ങി. ആദ്യമൊന്നും എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു, എൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ലായിരുന്നു, എൻ്റെ വാക്കുകൾക്കൊന്നും അങ്ങനെ അത്ര അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയുന്നില്ലായിരുന്നു, എനിക്കൊരു വോയിസ് പോലും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ എന്നെ തന്നെ സ്നേഹിച്ച് തുടങ്ങിയ നിമിഷം മുതൽ ലൈഫ് ചേഞ്ച് ആയി എന്ന് പറയാം. ഇപ്പം എന്നെ കാണുന്ന ആരുടെയൊക്കെ എന്താ പറയുക ആ സംസാരത്തിലൂടെ എൻ്റെ വാക്കുകൾ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല, വഴി കൂടി പോകുന്ന സമയത്ത് ഓടി വന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക, വീഡിയോ നന്നായിട്ടുണ്ട്, റീൽസ് നന്നായിട്ടുണ്ട്. പണ്ട് ടിക്ടോക്ക് തുടങ്ങിയ സമയത്ത് ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് കിട്ടിയ ലൈക്ക് 2 ലൈക്ക്. അപ്പം ഞാൻ ഡിസപ്പോയിൻ്റ് ആയി. നമുക്കൊന്നും വലിയ ലുക്കില്ല, നമുക്ക് വർത്താനം പറയാൻ അറിയത്തില്ല, അഭിനയം അറിയത്തില്ല, ഇങ്ങനെ എന്താ പറയുക ഉള്ള തോട്ട്സ് കൊണ്ട് നിറഞ്ഞ് അതങ്ങ് വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഇതൊക്കെ റിയലൈസേഷൻ ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായി, നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമ്മളുടെ ചുറ്റുമുള്ളവരും നമ്മളെ സ്നേഹിക്കത്തുള്ളൂ. നമുക്കൊരു എന്താ പറയുക അംഗീകാരം കൊടുത്താൽ മാത്രമേ നമ്മളുടെ തെറ്റുകളാണെന്ന് അംഗീകരിക്കുന്ന നിമിഷമേ, അങ്ങനെ നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നോ, ഈവൻ സ്കിൻ കെയർ, ഹെയർ കെയർ, എന്ത് കാര്യത്തിലാണെങ്കിലും ബാക്കിയുള്ളവരും നമ്മളെ ശ്രദ്ധിക്കാനും തുടങ്ങും, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും തുടങ്ങും. ഇനി ആരും അങ്ങനെ വിഷമിക്കരുത്. കാരണം അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്ന് കയറിയ ഒരാളെന്ന നിലയിലാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. അല്ലാതെ വെറും ഒരു വീഡിയോ ഇടുവല്ല. 2-3 വർഷത്തെ അതിനപ്പുറമുള്ള വർഷത്തെ അനുഭവങ്ങളുണ്ട്. ഇത്ര അനുഭവങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ നിലയിൽ വന്ന് നിൽക്കുന്നത്. പിന്നെ പാട്ട് പാടുന്ന കാര്യത്തിൽ എനിക്ക് പാട്ട് പാടാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും കുറച്ച് പാട്ടങ്ങ് പാടിക്കഴിയുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് ആ ഒരു രീതിയിൽ കിട്ടത്തില്ല, ആ ടോൺ അങ്ങ് മറന്നു പോകും. അങ്ങനെ മറന്നു പോകുന്നെങ്കിലും ഞാനത് മാറ്റി വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഒരു ദിവസം അതെനിക്ക് മനസ്സിലായി, അതങ്ങനെയല്ല. നമ്മൾ എഫേർട്ട് ഇട്ട് ഇറങ്ങുന്ന കാര്യത്തിന് നമ്മളുടെ കൂടെ ലോകം നിൽക്കുമെന്ന് തെളിഞ്ഞ നിമിഷം മുതൽ ഞാൻ ആ ഒരു തോട്ട് മാറ്റി. ഇതുപോലെ നിങ്ങളും മാറ്റണം. നിങ്ങളെ എന്ന് തൊട്ട് സ്നേഹിക്കുന്നു അന്ന് തൊട്ട് ബാക്കിയുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുകയും നിങ്ങൾ പാടുന്ന ഗാനം കേൾക്കുകയും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില തരികയും ചെയ്യും. അപ്പം ഇനി ഇത്രേ ഉള്ളൂ വീഡിയോ. ബി സ്മൈൽ ആൻഡ് ബി പോസിറ്റീവ്.